ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ അൽ ബിഷാറ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായ ബഹുമാനപ്പെട്ട മൂസൽ മദനി ഉസ്താദ് അവർകളെ, ഈ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനായ ബാദപ്പള്ളി ഉസ്താദ് എന്നറിയപ്പെട്ട ഫൈസ് ഉസ്താദ് അവർകളെ, അതേപോലെ നാം എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന എല്ലാ ആലിമീങ്ങൾക്കും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാതൃകയായിരുന്ന ബഹുമാനപ്പെട്ട സുരുബേൽ ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദഹു, അവരുടെ മകനായ ദാറുൽ അഷ്അറിൻ്റെ നടത്തിപ്പുകാരനായ സഖാഫ് ഉസ്താദ് അവറുകളെ, മറ്റുള്ള ഉസ്താദന്മാരെ, ഒരുമിച്ചുകൂടിയ നേതാക്കന്മാരെ, അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട ബാദപ്പള്ളി ഉസ്താദ് അധ്യക്ഷനായി സാമുനിക്ക മദനി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു നല്ല നാടിൽ വെച്ച്, നല്ല സ്ഥലത്ത് വെച്ച് നമ്മുടെ പെൺകുട്ടികൾക്ക് മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സ്ഥാപനം തുടങ്ങുകയും, അൽഹംദുലില്ലാ ഈ മുടിപ്പ് ഭാഗത്ത് എല്ലാവരും ബഹുമാനപ്പെട്ട താജുൽ ഉലമനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സ്വീകരിക്കുന്നവരും ആയതുകൊണ്ട് തന്നെ മഹാനവരുടെ പേര് എല്ലാ സമയത്തും എല്ലാവരുടെ ബായിലും വേണമെന്ന നിലക്ക് തന്നെ താജുൽ ഉലമ ശരീഅത്ത് കോളേജ് എന്ന ആ പേരുകൊണ്ട് തുടങ്ങപ്പെട്ട ഈ സ്ഥാപനം അൽഹംദുലില്ലാ നല്ല രീതിയിൽ നടക്കുന്നതായി എല്ലാ നിലക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് ഇൽമു പഠിപ്പിക്കുക എന്നത് അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആശംസ പറഞ്ഞ് ഞാൻ നിർത്തുന്നില്ല. തങ്ങളവറുകളെ ആണ് നമ്മളെല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ പെൺകുട്ടികൾക്ക് ഇൽമു പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില കിതാബുകൾ പറയുന്നത് അത് ഒരു മരം പോലെയാണ് എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ മരം നട്ടു കഴിഞ്ഞാൽ, ചുക്കിൻ്റെ മരമോ മാങ്ങൻ്റെ മരമോ വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഗെല്ല് ഭാഗത്തേക്ക് പോകണം, ആ മരം ഏത് രീതിയിൽ ഇവിടെ വളരണം എന്നെല്ലാം ചെറുപ്പത്തിൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയും. ഭാഗത്തേക്കാണ് അതിൻ്റെ ഗെല്ല് പോകേണ്ടത് എന്നെല്ലാം അതിനെല്ലാം കൺട്രോളാക്കാൻ കഴിയും വീട്ടുകാർക്ക്, നട്ടവർക്ക്. എന്നതുപോലെ തന്നെ ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ മല കൊടുക്കുന്ന മുതൽ അവൻ്റെ എല്ലാ വിഷയത്തിലും നിയന്ത്രിക്കേണ്ടത് അവൻ്റെ ഉമ്മയാണ്. ഏത് രീതിയിലാണ് മുലപ്പാൽ കൊടുക്കേണ്ടത്, ഏത് മുലപ്പാൽ കൊടുക്കൽ നിർബന്ധം, ഏത് മുലപ്പാൽ കൊടുക്കൽ സുന്നത്ത്, എപ്പോഴാണ് മുലപ്പാൽ കൊടുക്കൽ നിർബന്ധമാവല്, എത്ര സമയം കൊടുക്കലാണ് വേണ്ടത്, 2 കൊല്ലത്തിനേക്കാൾ ഏറെ കൊടുക്കുന്നതിൻ്റെ വിധി എന്ത്, ഇങ്ങനെയുള്ള എല്ലാ മസ്അലകളും പെണ്ണുങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ ചെറിയൊരു മരത്തിന് അതിൻ്റെ കൊമ്പുകൾ, ഗെല്ലുകൾ
ഏതുപോലെ ഭാഗത്തേക്കെല്ലാം പോകണമെന്ന് നിയന്ത്രിക്കുന്നത് പോലെ ഈ കുട്ടികളെ നിയന്ത്രിക്കേണ്ടത് ഏത് രീതിയിലാണ് ഓൻ ജീവിക്കേണ്ടത്, ഏത് ഭാഗത്തിലാണ് ഓൻ പോകേണ്ടത്, ഓനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നെല്ലാം ചിന്തിക്കേണ്ടത് ഉമ്മയാണ്. ആ ഉമ്മക്കാണ് കൂടുതൽ എൽമ് വേണ്ടത്. ഉപ്പ വലിയ ആലിമായിട്ട് ഉമ്മക്ക് തീരെ വിവരമില്ലെങ്കിൽ ആ കുട്ടികൾ നന്നാവൂല. കാരണം ഉപ്പ എപ്പോഴും വീട്ടിലുണ്ടാവൂല, അവരെ കൺട്രോൾ ചെയ്യാനുള്ള സമയം അവർക്കുണ്ടാവൂല. അപ്പൊ അവരെല്ലാം കൺട്രോൾ ചെയ്യേണ്ടത് ഉമ്മമാരാണ്. ആ ഉമ്മമാരെ ഇൽമു പഠിക്കൽ അത്യാവശ്യമാണ്. അതെല്ലാം മനസ്സിലാക്കി സാമൂഹിക മദനി ഉസ്താദ് ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥാപനം തുടങ്ങി. അൽഹംദുലില്ലാ ഒരുപാട് പെൺകുട്ടികൾ, ഞാൻ താജുൽ ഉലമ ശരീഅത്ത് കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും മുന്നേക്ക് നല്ല അഭിവൃദ്ധിയിൽ കൊണ്ടുപോകാൻ ഉസ്താദിന് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കലോടുകൂടി എല്ലാ നിലക്കുള്ള ആശംസകൾ ഉസ്താദിനടക്കം ഈ സംഘടനക്കടക്കം ഇവിടെ ഒരുമിച്ച് കൂടുകൾക്കെല്ലാം ആശംസ നേർന്ന് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.